പ്രിയരായ നമ്മുടെ വേദിയിലെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ മറ്റു ഭാരവാഹികൾ, ഇവിടെ സംസ്ഥാന പ്രതിനിധികളായി എത്തിയിട്ടുള്ള നേതാക്കന്മാർ, പാറക്കൽ അബ്ദുള്ള സാഹിബ്, അതുപോലെ തന്നെ നമ്മളുടെ ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള MLA മാർ, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള നമ്മുടെ MLA മാർ, മറ്റു നേതാക്കന്മാർ, സഹോദരന്മാർ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും, വാർത്താമാധ്യമങ്ങളൊക്കെ ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നമ്മുടെ കൗൺസിൽ ഇന്ന് ചേരുന്ന ഈ സർവ പ്രാതിനിധ്യത്തോടു കൂടിയ മീറ്റിംഗ്, ഞാൻ ഈ മീറ്റിങ്ങിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അബ്ദുറഹ്മാൻ കലക്ടർ എന്നോട് പറഞ്ഞു, വാർഡ് തലം തൊട്ടുള്ള ഭാരവാഹികൾ, വാർഡ് തലം തൊട്ട് പഞ്ചായത്ത് മണ്ഡലം തൊട്ടുള്ള സകല ഭാരവാഹികളുമാണ് വരാൻ പോകുന്ന മഹായുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ വേണ്ടി ഇന്ന് ഈ ഹാളിൽ ഒരുങ്ങാൻ വേണ്ടി അണിനിരന്നിരിക്കുന്നത് എന്നുള്ളത് എന്നോട് പറയുകയുണ്ടായി. അതായത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മുഴുവൻ. അവരുടെ വേദിയിൽ ഉള്ള നേതാക്കൾ, ഞാനതാണ് അഭിസംബോധന ചെയ്യാതിരുന്നത്, വേദിയിലുള്ളതും വളരെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ, സംസ്ഥാന, ജില്ലാ നേതാക്കളും MLA മാരും അതുപോലെ തന്നെയുള്ള എല്ലാവരുമാണ്. ഇത് തന്നെ ഒരു നല്ല ശുഭലക്ഷണമാണ്, വിജയത്തിൻ്റെ ഒരു നാന്ദിയാണ്, നല്ല അടയാളമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയിൽ എപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഒന്നിനൊന്ന് മെച്ചല്ലാതെ അരപ്പണത്തൂക്കം കുറവ് ഒരു കാലത്തും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒന്നിലുണ്ടായില്ല. അപ്പോൾ അടുത്തുപോലും മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കടമ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഈ അതിർത്തിക്ക് അപ്പുറം BJP നല്ല പോലെ കർണാടകയിൽ ഉണ്ടായിരുന്ന കാലത്തും അതിനിങ്ങോട്ട് കടക്കാതെ നോക്കിയിരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്നുള്ളത് നമുക്കറിയാം. പാർട്ടി വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് ഈ നാട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിലാവട്ടെ, സംസ്ഥാന തലത്തിലാവട്ടെ, പ്രാദേശികമായി പഞ്ചായത്ത് തലത്തിലാവട്ടെ, വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ആ വലിയ ഉത്തരവാദിത്വം നമ്മൾ കാലാകാലങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ട്. നിർവഹിക്കുന്നത് സംഘടന ഉള്ളത് കൊണ്ടാണ്, സംഘടിത ശക്തി ആയതുകൊണ്ടാണ്. ആ സംഘടിത ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ, ദേശീയ പാർട്ടിയുടെ കൂടെ, മതേതര പാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലമൊക്കെ നമുക്കറിയാം, ഒരു കാലത്ത് ഇടതുമുന്നണിയുടെ കുത്തകയായി. അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പൊതുവെ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അടിക്കടി തുടരെ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അടിച്ച് താഴെ ഇട്ടുകൊണ്ടാണ് പാർലമെൻറ്റ് സീറ്റ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UDFൻ്റെ വളർച്ചയാണ് ആ കാണിക്കുന്നത്, LDFൻ്റെ തകർച്ചയാണ് ആ കാണിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ആദ്യ മോഡി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന കരിനിയമങ്ങളൊക്കെ തടയാൻ നമുക്ക് പറ്റി. നമ്മൾ വിലയിരുത്തേണ്ടതാണ് പാർട്ടിയുടെ ശക്തി കൊണ്ട് നമ്മളുണ്ടാക്കുന്ന വലിയ നേട്ടങ്ങൾ. പൗരത്വ നിയമം, മഹല്ലുകളൊക്കെ പ്രകടനം നടത്തിയിരുന്ന ഓർമ്മയില്ല, എല്ലാവരും അന്താളിച്ച് ബേജാറായി. ഈ നാട്ടിൽ പൗരത്വം തന്നെ, ഓരോരുത്തർക്കും അവനവൻ്റെ പൗരത്വം തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള തലത്തിൽ വിഷമിച്ചിരുന്നൊരു സമയം ഓർമ്മയില്ലേ നമുക്ക്? ആ പൗരത്വ വിഷയം ഇവിടെ ചെറുത്ത് തോൽപ്പിച്ചത് ജനാധിപത്യ ശക്തികളാണ്, മതേതര ശക്തികളാണ്, അവരുടെ കൂട്ടായ്മയാണ്.
ആ ജനാധിപത്യ ശക്തികൾക്ക് ഒന്നാം മോഡി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ളതിനേക്കാൾ വലിയ ശക്തി ഇന്നുണ്ട്. ഇന്ന് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. ഞാൻ അഭിമാനത്തോടുകൂടി പറയട്ടെ, ഈ കേരളത്തിൽ നിന്നാണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ബഹുഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ്റെ പാർലമെൻറ്റിൽ നോർത്ത് ഇന്ത്യയിൽ പരാജയപ്പെട്ടപ്പോഴും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയെ തലയെടുപ്പോടെ നിൽക്കാൻ സഹായിച്ചത് കേരളത്തിൽ നിന്നുള്ള ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയാണ്. അങ്ങനെ എന്തുണ്ടായി? ആ 5 കൊല്ലം പൗരത്വ നിയമം അടക്കം കൊണ്ടുവരാൻ നോക്കിയിട്ട് ആ സ്പീഡിൽ BJPക്ക് പോകാൻ പറ്റൂല. പോകാൻ പറ്റാത്ത സ്ഥിതി നമ്മൾ പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉണ്ടാക്കി. ഇന്നിപ്പോൾ പൗരത്വ വിഷയത്തെക്കുറിച്ച് വലിയ സംസാരമില്ലല്ലോ. പറ്റാവുന്ന സ്ഥലങ്ങളിൽ ആസാമിൽ ബാക്കിയുള്ള സ്ഥലത്തുമൊക്കെ അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അന്നത്തെ അതേ സ്പീഡിൽ BJPക്ക് കടന്നു കയറാൻ പറ്റാത്ത വിധം ചെറുത്ത് നിൽക്കാൻ പറ്റിയെങ്കിൽ ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ഉൾപ്പെടെ കാണിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് മതേതര ശക്തികൾ കൂട്ടായി നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ വലിയ ശക്തിയായി. രാഹുൽ ഗാന്ധി അവിടെ പ്രതിപക്ഷ നേതാവായി. മാത്രമല്ല, ഇപ്പോഴത്തെ മോഡി ഗവൺമെൻറ്റിന് സ്വന്തമായ ഒരു ഭൂരിപക്ഷമില്ല. വിചാരിച്ചത് എല്ലാം അങ്ങ് നടപ്പാക്കാൻ കഴിയില്ല. അതിനകത്ത് തന്നെ ബ്രേക്ക് ഇടാനുള്ള ആളുണ്ട്. ആ നിലയിൽ കാര്യങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ അവർക്കെല്ലാവരും കൂടിയാൽ കഷ്ടിച്ച് ഭൂരിപക്ഷമുണ്ട് എന്നല്ലാതെ പാർലമെൻറ്റിൽ ഒറ്റക്ക് മോഡിക്ക് ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് വിചാരിച്ചതൊക്കെ നടപ്പിലാക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. മഹാരാഷ്ട്രയിൽ, ഹരിയാനയിൽ, കാശ്മീരിൽ, ജാർഖണ്ഡിൽ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകന്മാരും വിലയിരുത്തുന്നത് രാജ്യസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിക്കും എന്നാണ്. കോൺഗ്രസിൻ്റെ ശക്തി വർദ്ധിക്കും, അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ശക്തി വർദ്ധിക്കും എന്നാണ്. അങ്ങനെ ശക്തി വർദ്ധിച്ചാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് നിയമം ഉണ്ടല്ലോ. ഞാനിവിടെ അബ്ദുറഹ്മാൻ പറഞ്ഞു, 2 ദിവസം മുമ്പ് വഖഫ് കോൺഫറൻസിന് വേണ്ടി ചെന്നൈയിൽ പോയിരുന്നു. വമ്പിച്ച ഒരു സമ്മേളനം, വഖഫ് കോൺഫറൻസ് അവിടെ നടക്കുകയുണ്ടായി. അതൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് സംഘടിപ്പിക്കുന്നത്. പൗരത്വ നിയമം അവിടെ തടയാൻ വേണ്ടി സത്യത്തിൽ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ മുസ്ലിം സംഘടനകളും, ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ മതേതര സംഘടനകളും സമ്മതിച്ചൊരു കാര്യമുണ്ട്. അതിന് ലീഡർഷിപ്പ് എടുക്കേണ്ട പാർട്ടി പാർലമെൻറ്റിലും പുറത്തുമൊക്കെ ഉജ്ജ്വലമായി ഇതിന് പോരാടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ നമ്മളാണ് സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് ഇപ്പോൾ വഖഫ് നിയമത്തിലും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഖഫ് നിയമം എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി എൻ്റെ ബാക്കിൽ ഇവരൊക്കെ സംസാരിക്കാനുണ്ട്. വഖഫ് നിയമം എന്ന് പറഞ്ഞത് മറ്റൊരു പാരയാണ്. ഈ രാജ്യത്തുള്ള വഖഫ് പ്രോപ്പർട്ടീസൊക്കെ കണ്ണായ സ്ഥലത്ത് പഴയ കാലത്ത് വഖഫ് ചെയ്ത ആളുകൾ അവരുടെ സതുദ്ദേശത്തോടു കൂടി പുണ്യകർമ്മത്തിന് വേണ്ടി, പുണ്യം ലഭിക്കാൻ വേണ്ടി അവരുടെ സ്വത്തിൻ്റെ നല്ല നല്ല ഭാഗങ്ങൾ വഖഫ് ചെയ്തത് ആ കണ്ണായ സ്ഥലത്ത് പല സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ ഗ്രാബ് ചെയ്യുക, പിടിച്ചെടുക്കുക. അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ലാഭം വേറെ, അതിനേക്കാളും വലിയ രാഷ്ട്രീയ ലാഭം BJP അതൊരു ഉസിരായി കണക്കാക്കി നമ്മൾ ഓരോ പ്രോപ്പർട്ടിയൊക്കെ പിടിച്ചെടുത്തില്ലേ എന്ന് പറയുന്ന അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ വേറെ. ആ കരിനിയമമാണ് ഇപ്പോൾ അവർ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ നോക്കും. നമ്മളതിനെ ചെറുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടുണ്ടാക്കുന്ന നിരവധി ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെയാണ് സംസ്ഥാന തലത്തിൽ നമുക്ക് പറഞ്ഞാൽ അറിയാം. കഴിഞ്ഞ 8-10 കൊല്ലമായി ഇടത് ഭരണം അവിടെ നടക്കുന്നത്. ആ ഭരണത്തിന് അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ആൾ പുറത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുക. അതവർക്കല്ലേ കൂടുതൽ അറിയുള്ളൂ. അവർക്കാണല്ലോ അറിയാം, കൂടെ കിടക്കുന്നവർക്കാണല്ലോ രാപ്പനി അറിയാം എന്ന് പറഞ്ഞതുപോലെ കൂടെയുള്ള ആളുകൾക്ക് അവർ വന്ന് പറയുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ നാട്ടുകാർക്ക് മനസ്സിലാകുക. തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി ഭരണം ഉണ്ടായപ്പോൾ, മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഉണ്ടായപ്പോൾ ഈ നാട്ടിൽ നമുക്ക് സാധിച്ചിരുന്ന അവകാശ സംരക്ഷണങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്ന് നമുക്കറിയാം.
സ്കൂളുകൾ ഉണ്ടാക്കുമായിരുന്നു, കോളേജുകൾ ഉണ്ടാക്കുമായിരുന്നു, കുട്ടികൾക്ക് +2-ന് സീറ്റ് കൂടുതൽ അനുവദിക്കുമായിരുന്നു, വികസന പ്രവർത്തനങ്ങൾ ഈ പിന്നോക്ക പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ്, കാസർഗോഡ് മെഡിക്കൽ കോളേജ് എവിടെ എത്തുമായിരുന്നു. ഉമ്മൻചാണ്ടിൻ്റെ കാലമായിരുന്നു കുറച്ചു കാലം കൂടി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടുമായിരുന്നു. ഇവിടെ നെല്ലിക്കുന്ന് അഷ്റഫൊക്കെ ഉണ്ട്. ആ കാലത്ത് ഇവിടെ MLA-മാരെ അഹമ്മദ് അലിയും ചെർക്കുളവും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഇവിടെ ദീർഘകാലം നമുക്കറിയാം മന്ത്രിമാരും MLA-മാരും ഒക്കെയായി ഇരുന്നിരുന്ന ആ കാലത്ത് മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ UDF ഗവൺമെൻറ്റുകളുടെ കാലത്ത് നല്ല പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞപ്പോൾ ഒന്നും നടക്കുന്നില്ല. ഇപ്പം നടക്കുന്നത് എന്തൊക്കെയാണ് എന്നാണ് അവരുടെയിൽ നിന്ന് തന്നെ അവരുടെ അനുകൂലിച്ചിരുന്ന ആളുകൾ പുറത്തു വന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാർ ലാഭം ഉണ്ടാക്കലും അവർക്ക് വേണ്ട പരിരക്ഷ ചെയ്തു കൊടുക്കലും ഇതൊക്കെയാണ് അകത്ത് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അവർ തന്നെ അവരുടെ നിന്ന് ആൾ വന്ന് ഇവിടുത്തെ ആളുകളോട് ഇപ്പോൾ ഈ കഴിഞ്ഞ 8-10 വർഷകാലമായി നാടിൻ്റെ സ്ഥിതി ഇതാണ് എന്ന് അവർ തന്നെ ഇപ്പോൾ വരച്ച് കാണിക്കുകയാണ്. ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള ദുർഭരണങ്ങളൊക്കെ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അവസാനിപ്പിക്കാൻ തന്നെയാണ് ഈ പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി മുന്നണി പോരാളികൾ ഇന്ന് ഈ ഹാള് തിങ്ങി നിറഞ്ഞ് കൂടിയിരിക്കുന്നത്. പഞ്ചായത്തിലായാലും അസംബ്ലിയിലായാലും വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പുമാണ്. ഇത്തരം ദുർഭരണങ്ങളൊക്കെ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇവിടെ ഇടതു ഭരണം അവസാനിക്കണം, അല്ലാതെ യാതൊരു വഴിയും അതിനില്ല. ഇവിടെ ഇടതു ഭരണം അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരണം, UDF വീണ്ടും അധികാരത്തിൽ വരണം. കാസർഗോഡിന് MLA വേണം, കാസർഗോഡിന് മന്ത്രി വേണം, കാസർഗോഡിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ആൾ വേണം, കാസർഗോഡിന് ഫണ്ട് വേണം, കാസർഗോഡിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന ആളുകൾ വേണം. അതുണ്ടാക്കാൻ കഴിയുന്ന മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ഉണ്ടാക്കാൻ കഴിയുന്ന പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഈ ജില്ലയുടെ മുഖച്ഛായ മാറ്റിയത് നമ്മളാണ്. ഈ ജില്ലയിൽ വ്യവസായങ്ങൾ കൊണ്ടുവന്നത് നമ്മളാണ്. ഇവിടെ കോളേജും സ്കൂളും ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ 5-10 കൊല്ലം കാലിയാണ്. ശൂന്യമായ ഒരൊറ്റ റോഡ് നമുക്കറിയാം, നാഷണൽ ഹൈവേ കേന്ദ്രത്തിൻ്റെ, അത് ഇന്ത്യ ഒട്ടാകെ കെട്ടുമ്പോൾ ഇവിടെ ഇത് കെട്ടായിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ഒരു നാഷണൽ ഹൈവേ പണിയല്ലാതെ, അതുകൊണ്ടുള്ള നാട്ടുകാർക്കുള്ള ഉപദ്രവവും അല്ലാതെ വേറെ ഈ നാട്ടിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു രക്ഷയില്ല, ഒരു പങ്കുമില്ല. ഈ ദുർഭരണം നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ആളുകൾ വന്ന് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് UDF വരലാണ്. BJP നമുക്കറിയാം കേന്ദ്രത്തിൽ തന്നെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് BJP. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭയമില്ല. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലുള്ളതിനേക്കാളൊക്കെ കൂടുതൽ ഭൂരിപക്ഷത്തിന് ഇപ്പോൾ നമ്മൾ UDF ജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ BJPയെ തടയാൻ ഈ കേരളത്തിൽ മതേതര ശക്തികളെ ഒന്നിപ്പിക്കാനും എല്ലാ ജനവിഭാഗങ്ങളുടെയും വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകാനുള്ള 1-ാം നമ്പർ മതേതര പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഉള്ളിടത്തോളം കാലം അതിനൊരു പോറലേൽക്കും. കാരണം ഇവിടെ ഏത് സമുദായമാവട്ടെ ആ സമുദായങ്ങൾക്ക് മുഴുവൻ മുസ്ലിം ലീഗിൽ വിശ്വാസമുണ്ട്. ദീർഘകാലം നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു, എല്ലാവരോടും നീതി കാണിച്ചിരുന്നു. ദീർഘകാലം നമ്മൾ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു, എല്ലാവരോടും നീതി കാണിച്ചിരുന്നു. ഇവിടെ തൃശ്ശൂർ പൂരം UDFൻ്റെ കാലത്ത് ഒരിക്കലും മുടങ്ങിയിട്ടില്ല, മുടങ്ങാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ശബരിമല ദർശനം നമുക്കറിയാം. ശബരിമലയിലെ ആ മണ്ഡലകാലത്ത് അവിടുത്തെ എല്ലാ അടിസ്ഥാന വികസന കാര്യങ്ങളുടെയും ചുമതല വഹിച്ചിരുന്ന മന്ത്രിമാരായി ഇവിടെ ഉണ്ടായിരുന്നത് അഹമ്മദ് അലിയും PKK ബാവയും ഒക്കെയാണ്. അവരൊക്കെ കാലത്ത് അങ്ങനെയുള്ള യാതൊരു തകരാറും പൂരത്തിനോ അല്ലെങ്കിൽ ശബരിമല ദർശനത്തിനോ ഒന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളം ഭരിച്ചപ്പോൾ കൂട്ടത്തോട് UDFൻ്റെ ഭാഗമായി ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടില്ല.
ഉണ്ടാവാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. കാരണം ഇത് എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനകളും വിശ്വാസവും സംരക്ഷിക്കണം എന്ന പ്രിൻസിപ്പിളാണ് മുസ്ലിം ലീഗിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിന് ആവശ്യം. ഈ പാർട്ടിക്ക് പ്രാതിനിധ്യമുള്ള ഒരു മുന്നണിയാണ് കേരളത്തിന് ആവശ്യം. ഈ പാർട്ടിക്ക് പ്രാതിനിധ്യമുള്ള മുന്നണിയും അതിൻ്റെ ഭരണവുമാണ് കാസർഗോഡിനാവശ്യം. അത്തരത്തിലുള്ള ഒരു ഭരണമാണ് കാസർഗോട്ടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ആവശ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരാൻ പോണത്. അതിനുള്ള ഒരുക്കാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. വാർഡ് പ്രസിഡന്റുമാർ, ട്രഷറർ, സെക്രട്ടറി, മെമ്പർമാർ, അങ്ങനെയുള്ള നല്ല ഉത്തരവാദിത്തമുള്ള ആളുകളാണ് ഈ ഹാളിലുള്ളത്. അവരോടാണ് ഇവരൊക്കെ ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. തീരുമാനിക്കുക, അജണ്ട വെച്ചിട്ടുള്ള മീറ്റിംഗാണ്. നിരീക്ഷകന്മാരുണ്ട്. ഇന്നത് ചെയ്യണം എന്നുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാമിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന റിവ്യൂ, എല്ലാ ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുന്ന റിവ്യൂ അതാണ്. ആ പഞ്ചായത്ത് ഭരണം വീണ്ടും നമുക്ക് പിന്നെ ഇവിടെ കൂടുതൽ പഞ്ചായത്ത്, ഇവിടെ കലക്ടർ പറഞ്ഞു കൂടുതൽ പഞ്ചായത്തുകൾ നേടിയെടുക്കേണ്ടത്, മുനിസിപ്പൽ പഴയകാലം പോലെ നേടിയെടുക്കേണ്ടതുണ്ട്. ഇപ്പം എന്താ, ഭരണം ഉണ്ടായാലും അവർക്ക് ഫണ്ട് കൊടുക്കൂല. ഭരണമുള്ള പഞ്ചായത്തുകളിൽ തന്നെ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ല, ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കൂല. അങ്ങനെയുണ്ടോ ഒരു ഭരണം? അഹമ്മദ് അലി ഈ വകുപ്പിൻ്റെ ചുമതല നോക്കിയിരുന്നതാണ്. എത്ര നന്നായിട്ടായിരുന്നു കാര്യങ്ങൾ അന്ന് നടന്നിരുന്നത്. മുനിസിപ്പൽ പഞ്ചായത്ത് ഭാരവാഹികളൊക്കെ വളരെ സംതൃപ്തിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. ഇന്നിപ്പോൾ അതില്ലല്ലോ. ആ ഫണ്ടില്ല, ഒന്നുമില്ല, ഒന്നും ചെയ്യാനും കഴിയൂല. ഞെക്കിക്കൊല്ലുകയാണ്. അധികാര വികേന്ദ്രീകരണം തനി അധികാര കേന്ദ്രീകരണമായി മാറി. അതാണിപ്പോൾ കേരളത്തിൽ നടന്നത്. ആ സ്ഥിതി നമുക്ക് മാറ്റണം. UDF ഗവൺമെൻറ് വന്നാൽ ഇതൊക്കെ മാറും. പണമില്ല എന്നല്ല അവർ പറയുന്നത്, പണം ഉണ്ടാക്കാൻ കഴിയും. ഭരിക്കും പോലെ ഭരിച്ചാൽ പണം ഉണ്ടാക്കാൻ കഴിയും. അതിന് അറിവ് വേണം. അവിടെ ഇരുന്ന് മേലോട്ട് നോക്കിയാൽ പണം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ് അതാ ചെയ്യുന്നത്. അവർക്ക് എങ്ങനെ ഗവൺമെൻറ്റിന് പണം ഉണ്ടാക്കണം എന്ന് അറിയില്ല. പണം ഉണ്ടാക്കാൻ അറിയാം, അതുപോലെ കൊടുത്ത് തന്നെ പറയേണ്ടത്. അത് വേറെ പല രീതിയിലും പണം ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ അറിയില്ല. പൊതുകാര്യങ്ങൾക്കൊന്നും അവർക്ക് പണം ഉണ്ടാക്കാൻ അറിയില്ല. അതിൻ്റെ പ്രയോറിറ്റിയും അവർക്കില്ല. ഇപ്പം എല്ലാവരും അസംതൃപ്തരാണ്. കൃഷിക്കാരും തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും പണിക്കാരും. IT ഡെവലപ്മെൻറ്റ് ഇല്ല, തൊഴിലവസരങ്ങളില്ല. അപ്പോൾ ഈ അധോഗതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഭരണമാറ്റമുണ്ടാവണം. പഞ്ചായത്തുകൾക്ക് അധികാരം കിട്ടണം, നല്ല ഭരണം വേണം. ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ ദുർഭരണം കേരളത്തിൽ അവസാനിക്കണം, ഇടത് ഭരണം അവസാനിക്കണം. ഇന്ന് ഏറ്റവും അൺപോപ്പുലറായ 10 കൊല്ലം കൊണ്ട് മാക്സിമം അൺപോപ്പുലറായി കഴിഞ്ഞ ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് പോയി അതിൻ്റെ സ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരണം. ഇവിടെ പഞ്ചായത്തുകൾ അധികാരത്തിൽ വരണം. അധികം വൈകാതെ അസംബ്ലി ഇലക്ഷൻ വരും. തീർച്ചയായും ആ നല്ല കാലം, അച്ഛാദിൻ, ആ നല്ല കാലം നമുക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. ഉമ്മൻചാണ്ടിയും ആൻ്റണിയും അതുപോലെ തന്നെ കരുണാകരനും ഒക്കെ മുഖ്യമന്ത്രിയുമായി നമ്മളൊക്കെ ഇരുന്നപ്പോൾ കാസർഗോഡ് ജില്ല അനുഭവിച്ച, കേരളം അനുഭവിച്ച ആ നല്ല കാലം ഉണ്ടല്ലോ, അത് മടക്കിക്കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് കാസർഗോഡിലെ ഈ ചരിത്രപ്രധാനമായ ഹാള് ഇന്നുള്ളത്. ഇവിടെ അത് നടക്കുക തന്നെ ചെയ്യും. ഇച്ഛിച്ചാൽ, നമ്മൾ തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ കഴിയും. അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഈ മീറ്റിങ്ങിൻ്റെ സമയം അതുകൊണ്ട് തന്നെ അധികം അപഹരിക്കണം എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ തുടക്കം കുറിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.